السلام عليكم ورحمة الله وبركاته. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه وسلم، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم انفعنا ما علمتنا وعلمنا ما ينفعنا وزدنا علما يا رب العالمين. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഖുർആനിനെ പറ്റിയിട്ടാണ്. നമ്മളൊരുപാട് കേൾക്കുകയും നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാരായണം ചെയ്യുകയും നമസ്കാരത്തിൽ പാരായണം ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കലാമായ അള്ളാഹുവിൻ്റെ വാക്കുകളായ നമ്മളെ മാർഗദർശനമായ ഖുർആന് ഹുദയാണ്, നമുക്ക് ഷിഫ ആണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഖുർആനെ പറ്റിയിട്ട് ഒരുപാട് കേൾക്കുകയും അറിയുകയും ഒരുപാട് പഠിക്കുകയും നമുക്ക് ഖുർആനിൻ്റെ ആൾക്കാരായി മാറാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ ഖുർആനിൻ്റെ ഹഫ്ദ് ചെയ്യുന്ന പഠിതാക്കളും കൂടി ആയിരിക്കും നമ്മൾ ഈ വാക്കുകൾ കേൾക്കുന്നവർ മിക്കവരും. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാം, എന്നാൽ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ ജീവിക്കുന്നവരുമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാതെയുണ്ട്. ഇപ്പം നമുക്ക് ഖുർആനിനോട് എന്തൊക്കെ ബാധ്യതയാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത്, ഒരു അബ്ദിന് ഉണ്ടാവേണ്ടത് എന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് ഇന്നൊരു ചെറിയ രീതിയിൽ ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ഇൻഷാ അല്ലാഹ് പറയുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് മെയിനായിട്ട് നമുക്ക് അറിയുന്നതാണ് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് ഖുർആൻ. അത് നമുക്ക് ഇബാദിങ്ങൾക്ക് അള്ളാഹു ഇറക്കിയത് അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കാനും സന്മാർഗമായിട്ട് നമ്മളൊരു മനുഷ്യനിക്കുള്ള മാർഗദർശനമായി സിറാത്തുൽ മുസ്തഖീം എന്ന വഴികളിലൂടെ പോയി ചെന്നെത്തുന്നത് സ്വർഗത്തിലേക്ക്. അതിൻ്റെ ഒരു താക്കോലാണ്, അതിൻ്റെ ഒരു മാർഗദർശനമാണ് ഖുർആൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ലെവലിലേക്ക് എത്തുക? നമ്മളെ നബീൻ്റെ മുകളിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ആ സമയത്ത് ജാഹിലിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായ സഹാബാക്കളുടെ ജീവിതം മാറ്റിമറിച്ച അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആൻ, അത് എങ്ങനെയാണ് അവരെ ഖുർആൻ ഈ രീതിയിൽ സ്വാധീനിച്ചത്? നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ നമ്മൾ പഠിതാക്കളാണ് ഖുർആൻ്റെ, ഹാഫിളീങ്ങളുണ്ട് ഒരുപാട് ഖുർആൻ്റെ, തഫ്സീർ പഠിക്കുന്നവരുണ്ട് ഖുർആൻ്റെ, അതുപോലെ ഒരുപാട് ടീച്ചർമാരുണ്ട്, ഖുർആൻ ടീച്ചർമാർ മുതൽ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാവുന്നത്. പക്ഷെ എന്നിട്ടും നമുക്ക് സഹാബാക്കൾക്ക് ഉണ്ടായിട്ടുള്ള ആ രീതിയിലുള്ള സ്വാധീനവും ആ ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ അവരെ ആ ജീവിതം ആ ഖുർആന് മാറ്റിമറിച്ച രീതിയിൽ നമ്മളെന്തുകൊണ്ട് എത്തുന്നില്ല? അതൊരുപാട് നമുക്ക് ചിന്തിക്കാനുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഖുർആനിനെ കാണുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഖുർആനിനോട് നമ്മൾക്ക് ഉള്ള ബാധ്യതകൾ വളരെ ചുരുക്കി പിടിച്ചിട്ടാണുള്ളത്. ഖുർആനിന് ഒരു വ്യക്തിക്ക് ഖുർആനിനോട് പല രീതിയിലും പല ബാധ്യതകളുണ്ട്. അതിൽ നിന്ന് 5 വിധമാണ് നമ്മൾ ചെറിയ രീതിയിൽ സാധാരണ ഷോർട്ടാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിൽ ആദ്യത്തേതാണ് തിലാവത്ത്. തിലാവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരായണം ചെയ്യൽ, ഖുർആൻ റീഡിങ്. അത് മിക്ക ആൾക്കാരും ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഖുർആൻ വായിക്കാൻ വേണ്ടിയിട്ട് അറബി അക്ഷരങ്ങൾ പഠിച്ച് അത് വായിച്ചെടുക്കാനും അത് അത്യാവശ്യം വേണ്ടുന്ന നിസ്കാരത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കാനും നമ്മൾ ചെറുപ്പത്തിലെ സ്കൂളിലും മദ്രസയിൽ നിന്നുമെല്ലാം പഠിച്ചെടുക്കുന്ന രീതിയിൽ പരമാവധി ആ ഒരു നിലപാടിൽ എല്ലാവരും നിർവഹിക്കുന്നതാണ്. നമസ്കാരത്തിൽ അത്യാവശ്യം വേണ്ടുന്ന രീതിയിൽ ഓതുകയും അതിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്ക് കുറച്ചും കൂടി ഇതായിട്ടുള്ളവർ
കുറച്ചും കൂടി ബെറ്ററായി ഓതാൻ പഠിച്ചവർ ഖുർആൻ മൊത്തത്തിൽ ഡെയിലി ഒരു തിലാവത്ത് നിലയിൽ ഓതി അങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി ഒരു ജുസ 2 ജുസ അങ്ങനെ ഓതി പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് കാണാവുന്നതാണ്. അത് ചില അധികം ആൾക്കാരും ധാരണ നമുക്ക് അതിലാണ് നമ്മളെ ഖുർആനാണ്. നമ്മളെ ജീവിതത്തിൽ ഖുർആനുണ്ട്, നമ്മളെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഖുർആൻ കൊണ്ട് നടക്കുന്നുണ്ട്, നമസ്കാരത്തിൽ ഓതുന്നുണ്ട്, അല്ലാത്ത സമയം നമുക്കൊരു ഫ്രീ ടൈം കിട്ടിയിട്ട് നമ്മൾ ഖുർആൻ ഓതുന്നുണ്ട്, ഡെയിലി നമ്മളെ ജീവിതത്തിൽ ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ആ തിലാവത്തിൽ കൂടി നമുക്കൊരുപാട് മാറ്റം വരുത്താനും പഠിക്കാനും നന്നാക്കാനും ഉണ്ടാവും. അതിൽ നിന്ന് വരുന്ന ആദ്യത്തെ സംഗതിയാണ് നമ്മൾ ആ തിലാവത്ത് നന്നാക്കണമെങ്കിൽ, നമ്മൾ ആ റെസിറ്റേഷൻ റെഡിയാവണമെങ്കിൽ നമ്മളതിൻ്റെ നിയമങ്ങൾ പഠിക്കണം. അക്ഷരങ്ങൾ പഠിച്ചതിന് മാത്രം കൊണ്ട് നമ്മൾ ഖുർആൻ നമ്മൾ വായിക്കുന്ന വിധത്തിൽ വായിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മലയാള അക്ഷരങ്ങളും അറബി അക്ഷരങ്ങളും ഒരുപാട് മാറ്റങ്ങളുണ്ട്. മലയാള അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന അതേ രീതിയിലല്ല അറബി അക്ഷരങ്ങളുടെ ഉച്ചാരണ രീതി. പക്ഷെ മലയാളം മാത്രം അറിയുന്നൊരു വ്യക്തികൾ അറബി അക്ഷരങ്ങൾ പഠിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാൽ ആ മലയാള അക്ഷരത്തിൻ്റെ ഏകദേശം സാമ്യം വെച്ചിട്ടായിരിക്കും ഈ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഗൈൻ വരുന്ന അക്ഷരം ഗ, അത് ഗൈനായിട്ടാണ് ഒരുപാട് ആൾക്കാർ ഉച്ചരിക്കുന്നത്. ഐൻ ആ തൊണ്ടീന്നാണ്, ഇതേപോലെ തന്നെ ഗൈൻ ഗ തൊണ്ടീന്നാണ്. ആ തൊണ്ട അക്ഷരങ്ങളൊന്നും കൃത്യമായിട്ട് തൊണ്ടിയിൽ നിന്ന് എടുത്ത് ഉച്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു വിധത്തിൽ ട്രെയിനിങ് നടക്കാത്ത കാരണം അവരവരെ വായിലേക്ക് എങ്ങനെയാണത് കൊള്ളിച്ച് വരുന്നത്, എങ്ങനെയാണ് പറ്റുന്നത്, അത് ആ രീതിയിൽ തൊണ്ട വരെ എത്തൂല. വായിൽ നിന്ന് എങ്ങനത്തെ അക്ഷരങ്ങളാണ് നമുക്ക് എടുക്കാൻ പറ്റുക, ഏകദേശം മലയാളവുമായിട്ട് സാമ്യം വരുന്ന രീതിയിലാണ് അധികം ആൾക്കാരും ഖുർആൻ പാരായണം ചെയ്യുന്നത്. പക്ഷെ ആ പാരായണങ്ങളിൽ നിന്ന് വരുന്ന പ്രയാസമല്ലെങ്കിൽ അതിനെ കൊണ്ട് ഉണ്ടാവുന്ന തെറ്റ് എന്താന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരങ്ങളും അത് വായിക്കും വിധം വായിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഖുർആൻ്റെ ആയത്തിൻ്റെ മീനിങ്, ആ വാക്കിൻ്റെ മീനിങ് മാറ്റം വരുന്നു. കാഫ് പറയേണ്ടടുത്ത് കാഫ് പറയുമ്പോൾ കുൽ പറയേണ്ടടുത്ത് കുൽ പറഞ്ഞാൽ അത് മാറി കുൽ എന്ന് പറഞ്ഞാൽ പറയുക, കുൽ എന്ന് പറഞ്ഞാൽ തിന്നുക. അതേപോലെ തന്നെ ഫത്ഹ തമ്മ കസ്ര ഹറക്കുകൾ ത തീ തു എന്ന് പറയുന്ന സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് തോന്നിയ വിധത്തിലാണ് നമ്മൾ ഓതുന്നെങ്കിൽ അതിന് അർത്ഥം മാറി. അത് ചില സ്ഥലങ്ങളിൽ ഹ അവസാനിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഹ കൊണ്ട് അവസാനിക്കുന്നുണ്ട്. അവനുള്ള രീതിയിൽ ലഹു എന്നൊക്കെ പറയുമ്പോൾ അവനിലേക്ക് നമ്മൾ ആ ഒരു ഹ കാഴ്ചയിൽ നമുക്കൊരു ചെറിയൊരു ഹായാണ്, പക്ഷേ ആ ഹായിൻ്റെ ഉള്ളിൽ വരുന്ന വലിയൊരു മീനിങ്ങാണ്. അൻഹു അൻഹു എന്ന് പറഞ്ഞാൽ അവൻ്റെത്, ആ ഒരാളിലേക്ക് നമ്മൾ ആ ഒരിത് ഹാ കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കും വിധം പഠിച്ചിട്ടില്ലേ, അതിലെ നമ്മൾ തോന്നിയ പോലെയാണോ പാരായണം ചെയ്യുന്നെങ്കിൽ ഒരുപാട് തെറ്റുകളോട് കൂടിയിട്ടാണ് പാരായണം സംഭവിക്കുന്നത്. അതാണ് ആദ്യം നമുക്ക് ആ പാരായണത്തോട് തിലാവത്തോടുള്ള ബാധ്യത. അതാണ് അത് മിക്ക ആൾക്കാർക്കും അതിനെ പറ്റിയിട്ട് അറിയില്ല. എല്ലാവരും കരുതുന്ന പറഞ്ഞാൽ നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്താൽ മതി, അത് തെറ്റി പാരായണം ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഇരട്ടി കൂലി കിട്ടുന്നുണ്ട്. കാരണം ഒരു അക്ഷരം പാരായണം ചെയ്തതിനാൽ അലിഫിന് ലാമിയും അതൊരു 3 ഹർഫാണ്. അപ്പോൾ ഒരു അലിഫ് ഉച്ചരിച്ചതിനാൽ അലിഫുൻ ഹർഫുൻ ലാമുൻ ഹർഫുൻ ഒമീമുൻ ഹർഫുൻ. അപ്പോൾ ഓരോ ഹർഫിനും 10 കൂലിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറ്റും വിധത്തിൽ ഓതിയെടുത്താൽ മതി. ഇതാണ് ഒരുപാട് ആൾക്കാരുടെ ചിന്താഗതി. പക്ഷേ എനിക്ക് ഓരോ സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ തജ്വീദ് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ തജ്വീദ് പഠിക്കാൻ പരിശ്രമിക്കുക. നിങ്ങളെ പാരായണം നന്നാക്കുക, പരമാവധി നന്നാക്കുക. കാരണം നിങ്ങളെ വാക്കുകൾ നിങ്ങളെ വായിലൂടെ പറയുന്ന ആ വാക്കുകൾ അത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്.
അള്ളാഹുവിൻ്റെ സംസാരം. അപ്പോൾ നമ്മൾ ഒരു തോന്നിയ പോലെ നമ്മൾ അള്ളാഹുവിൻ്റെ സംസാരത്തിന് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല, ആ വാക്കുകൾ നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. നമ്മൾ പറയുമ്പം അതിൻ്റെതായ രീതിയിൽ തന്നെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് തന്നെ തജ്വീദ് നിയമങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അത് നിയമങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ നിയമങ്ങൾ നമുക്കത് പാരായണം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പാരായണം നന്നായി ചെയ്യുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ നിയമങ്ങൾ ഇവിടെ വരുന്ന നിയമത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് കുഴപ്പമില്ല. നമ്മൾ അറിയേണ്ടത് തജ്വീദ് എന്ന് പറയുന്നത് നിയമങ്ങൾ പഠിക്കേണ്ടത് ഫർദ് ഐന് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പിലെ ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ പഠിച്ചു തന്നെ കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മളത് നിർവഹിക്കേണ്ടത് നിർബന്ധമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഓരോ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെങ്ങാനും തജ്വീദ് പഠിച്ച് തുടങ്ങിയിട്ടില്ലേ? ഖുർആൻ പാരായണം ചെയ്യേണ്ട വിധത്തിൽ പാരായണം ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ? നിങ്ങൾ പഠിച്ച് തുടങ്ങുക. ഇതാണ് നമുക്ക് ആദ്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, തിലാവത്ത്. ഇനി അടുത്തതാണ് നമ്മൾ അടുത്ത ഘട്ടമാണ് ഹെഫ്ദ് വരുന്നത്. ഹെഫ്ദിലും ഇതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട്, കവർ ടു കവർ ബൈഹാർട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ആ ബൈഹാർട്ടിങ്ങിൻ്റെ ഇത് ഈ പഠിപ്പിക്കുന്ന ടീച്ചർമാരായാലും ഉസ്താദന്മാരായാലും അതേപോലെ തന്നെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയാലും തജ്വീദ് നിയമങ്ങളുടെ ഒരു അത്യാവശ്യ വിധത്തിൽ ഒന്ന് ഓതിയിട്ട് പോയാൽ മതി, അത്ര അറിഞ്ഞാൽ മതി. അതിൻ്റെ ശരിയായ ഹക്ക് കൊടുക്കുന്ന ഖുർആനിനോട് കൊടുക്കേണ്ട ബാധ്യത, ഖുർആനിനോട് കൊടുക്കേണ്ട ഹക്ക്, ഒരുപടി ആൾക്കാർ അതിനോടുള്ള സിൻസിയറിറ്റി, ആ ആത്മാർത്ഥത, ഇത് അള്ളാഹുവിൻ്റെ വാക്കാന്നുള്ള അതിനോടുള്ള ബഹുമാനം വളരെ കുറഞ്ഞു പോകുന്നുണ്ട്. ദുനിയാവിലേക്ക് അല്ലെങ്കിൽ ദുനിയാവിൻ്റെ ആളടിയിൽ നാലാൾ അറിയാനും നാലാൾക്ക് ഹാഫിളാനും അങ്ങനത്തെ ഒരു ഉദ്ദേശം ആയിട്ടാണോ നിങ്ങൾ പഠിപ്പിക്കുന്നെങ്കിൽ അത് നിങ്ങൾ ഈ ദുനിയാവോടും കൂടി അവിടെ അവസാനിച്ച് പിന്നെ നമുക്ക് റബ്ബിൻ്റെ മുന്നിൽ റബ്ബിൻ്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമുക്കൊന്നും കിട്ടാനില്ല, നമുക്ക് അവിടെ ഒന്നും കിട്ടൂല. കാരണം ഇത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ്. അത് അതിൻ്റെ പാരായണം, ഞാൻ പറഞ്ഞ പോലെ പാരായണം ചെയ്യും വിധം തന്നെ പാരായണം ചെയ്യാൻ പരമാവധി പരിശ്രമിക്കുക. അതിനു വേണ്ടി നന്നായി പഠിക്കുകയും പഠിപ്പിക്കുന്ന ഉസ്താദന്മാരും ടീച്ചർമാരായാലും വളരെ ആത്മാർത്ഥതയോട് കൊണ്ട് ആയിരിക്കണം ഓരോ അക്ഷരങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. തെറ്റ് പഠിപ്പിച്ച് മുന്നോട്ടെത്തുമ്പോൾ കുട്ടികൾ ഭാവിയിൽ ടീച്ചർമാരാകുമ്പോൾ അവരിത് തന്നെ പാസ് ചെയ്യുന്നു. അത് ഭയങ്കര ഗൗരവമായൊരു വിഷയമാണെന്ന് ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരിക്കണം. അതൊരുപാട് ആൾക്കാർക്ക് അത് അത്ര ആ ഒരു ബോധം വരുന്നില്ല. എത്രയോ സ്റ്റുഡൻസ് ഇതുപോലെ പരാതികൾ വന്ന് പറയുന്നുണ്ട്, നമ്മൾ ടീച്ചർമാർ നമുക്ക് കറക്റ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല ഇത് തെറ്റാണെന്നുള്ളത്, ഇങ്ങനെയല്ല പാരായണം ചെയ്യേണ്ടതെന്ന്. കാരണം അതെന്തുവാണ് കാരണം എന്നാൽ ടീച്ചർമാർക്ക് അറിയുന്നില്ല. ആ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഒരുപാട് സ്കൂൾസും കാര്യങ്ങളും ഈ പറയുന്ന ഒരുപാട് അക്കാഡമിയും ഒക്കെ ഇതുപോലെയാണ് പോകുന്നത്. സ്റ്റുഡൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പഠിപ്പിച്ച് വന്ന ആ കുട്ടീനെടുത്ത് നമ്മളൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ ആ കുട്ടി നേരെ വഴിക്ക് നേരെ രീതി പഠിപ്പിച്ചിട്ടുണ്ടാവില്ല, പഠിച്ചെടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഓരോ ടീച്ചർമാരോടും പറയാനുള്ള റിക്വസ്റ്റ് അതാണ്, ആത്മാർത്ഥമായി പഠിപ്പിക്കുക. ഓരോ അക്ഷരത്തിലും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. തെറ്റുകളാണെങ്കിൽ തെറ്റാന്ന് പറഞ്ഞു പഠിപ്പിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മളതല്ല, ഖുർആൻ റബ്ബിൻ്റെ വാക്കാണ്. കാണുമ്പോൾ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ നിന്ന് ഇതിനെല്ലാം ചോദ്യം വരും. ആ ഒരു ബോധം നമുക്കുണ്ടാവണം. അത് ആ ഓർമ്മയോടും ആയിരിക്കണം ഓരോരുത്തരും പഠിപ്പിക്കുകയും ചെയ്യേണ്ടത്. ഇതാണ് രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പരമാവധി ഹഫ്ദ് ചെയ്യുന്നവർ ഭയങ്കര സിൻസിയറിറ്റോടും കൂടി ചെയ്യുക. അതേപോലെ എല്ലാവരും പരമാവധി ഹഫ്ദ് ചെയ്യാനും പരിശ്രമിക്കുക. ഹാഫിദ് ആയിട്ടില്ലേ കുഴപ്പമില്ല, പക്ഷെ അത്യാവശ്യം നമ്മൾ ഹഫ്ദ് ചെയ്ത് കഴിഞ്ഞാൽ
നമ്മൾ നമസ്കാരത്തിൻ്റെ ആ ഒരു രീതി മാറ്റം വരും. നമ്മൾ എത്രത്തോളം നമ്മൾ പുതിയ പുതിയ സൂറകൾ നമ്മൾ ഹെഫ്ള് ചെയ്യുന്നത്, ആ സൂറത്തുകളൊക്കെ നമ്മളിങ്ങനെ പാരായണം ചെയ്തുകൊണ്ട് വളരെ ആസ്വാദനത്തോടും കൂടിയിട്ട് തജ്വീദോടും കൂടി പഠിച്ച് ഹെഫ്ള് ചെയ്ത് ഭാഗങ്ങൾ നമ്മളിങ്ങനെ പുതുതായിട്ട് നമ്മൾ ഓതിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആ നിസ്കാരത്തിൻ്റെ കോൺസെൻട്രേഷന് വളരെ മാറ്റം വരും. പക്ഷേ നമ്മൾ ദുനിയാവിലോട്ട് ഇങ്ങനെ കയറി ഇറങ്ങി നിസ്കരിക്കുന്നുണ്ട്, ആക്ച്വലി കൈ കെട്ടിയിട്ടുണ്ട്, പക്ഷേ പറയുന്നത് ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിലാണ് നമ്മൾ കോൺസെൻട്രേഷൻ ഉണ്ടെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. ഇങ്ങനെ പോയി വരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നിസ്കാരം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞവർക്ക് തുടങ്ങിയിട്ടുണ്ടാവും, അവസാനിച്ചിട്ടുണ്ടാവും. ആ നിസ്കാരത്തിൽ തന്നെ ഓതിയ സുഹൃത്തുക്കളൊന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. കാരണം ബോധമില്ലാത്തൊരു നിസ്കാരമായിരിക്കും നിസ്കരിച്ചിട്ടുണ്ടാകും. ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചൊരു 5-6 സൂറകളുണ്ടാവും, ചെറിയ ചെറിയ സൂറകളൊക്കെ പിക്ക് ചെയ്തിട്ട്. ആ സൂറകൾ തന്നെ ഇങ്ങനെ പറയണ്ടേ, സർക്കിളായിട്ട് ഫാത്തിഹയും പിന്നെ നാസും ഫലക്കും, ഫാത്തിഹ കഴിഞ്ഞാൽ നാസും ഫലക്കും, അങ്ങനെ അതൊരു റൂട്ടീനായിട്ട് ഇങ്ങനെ പോകുന്നൊരു നിസ്കാരമായിരിക്കും. അതിന് പകരം ഒരു പുതിയൊരു സൂറ, ഒരു പുതിയൊരു ആയ ഒന്ന് പഠിച്ചിട്ട് അതൊന്ന് പാരായണം ചെയ്താൽ നോക്കിയേ, ഭയങ്കര മാറ്റം ഉണ്ടാവും. നമ്മൾ നമസ്കാരത്തിൻ്റെ അതിൻ്റെ കൂടെ ഈ തജ്വീദ് നിയമം കൂടി നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റത്തെ മാറ്റം വരാം. നമ്മളിങ്ങനെ ഓരോ അക്ഷരത്തിലേക്ക് നമ്മളിങ്ങനെ ലയിച്ച് ആ അക്ഷരങ്ങളിലേക്ക് നമ്മൾ ഇതാക്കുമ്പോൾ നമ്മളെ നിസ്കാരത്തിൻ്റെ അതുകൊണ്ട് ആ ആസ്വാദനം മാറ്റം വരും. നമ്മൾ മുമ്പ് നിസ്കരിച്ച പോലെ ആയിരിക്കില്ല പിന്നീട് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഉണ്ടാകാം. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിമാരോട് പറയാനുള്ളത്, പരമാവധി നിങ്ങൾക്ക് കഴിയും വിധം ഒരായത്തെങ്കിൽ ഒരായത്ത്, 2 ആയത്തെങ്കിൽ 2 ആയത്ത് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കാൻ പരിശ്രമിക്കുക. പിന്നെ അടുത്ത് നമുക്ക് ഖുർആനിനോടുള്ള ബാധ്യതകളാണ്. ഈ ആയത്തുകൾ എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള മാർഗദർശനമായി ഇറക്കിയതാണ് റബ്ബ് ഖുർആൻ. ആ ആയത്തുകളിൽ എന്താണ് നമ്മളോട് സംസാരിക്കുക, നമ്മൾ റബ്ബിൻ്റെ സംസാരമാണ്, നമ്മളോട് സംസാരിക്കുന്നതാണ്. നമുക്കുള്ള ഒരുപാട് കാര്യങ്ങൾ, താക്കീതുകളുണ്ട് അതിൻ്റെ അകത്ത്. ഖുർആനിൽ സന്തോഷ വാർത്തകളുണ്ട്, നബിമാരെ പല രീതിയിലെ സ്റ്റോറീസ് ഉണ്ട്, പല കഥകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാനുണ്ട്, ഒരുപാട് നിയമങ്ങളുണ്ട് ഖുർആനിൽ. അള്ളാഹുവിനെ പറ്റിയിട്ട് പറയുന്നത്, റബ്ബിൻ്റെ അസമത്തിനെ പറ്റിയിട്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധിനെ പറ്റിയിട്ട് പറയുന്നത്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അള്ളാഹുവിൻ്റെ ആ ശക്തിനെ പറ്റി പറയുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് പോകാനുണ്ട്. ഖുർആനിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും നമ്മളത് വായിക്കുമ്പോഴുമാണ് നമ്മളതിൻ്റെ മീനിങ്, നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഇതാണല്ലേ അള്ളാഹ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഒരു നോർമലി ഒരു ചൈനീസ് ഭാഷ വായിച്ചു പോകുന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൊറിയൻ ഭാഷയിലേക്ക് നമുക്കറിയാത്തൊരു ഭാഷ വായിച്ചു പോകുന്ന പോലെ ആയിരിക്കും, ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ടാവും. എന്താണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്, എന്താ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ ലോകരക്ഷിതാവ് നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്, ഇത് നമ്മളെ ഗൈഡാണ്. നമ്മൾ ഒരു മനുഷ്യനെ ജീവിക്കേണ്ടത് ഏത് രീതിയിലാണെന്നുള്ളൊരു ഗൈഡാണ് ഖുർആൻ. ആ ഗൈഡ് നമ്മളെ ജീവനോടുള്ള സമയത്ത് നമുക്ക് അറിഞ്ഞിട്ടില്ലേ, പിന്നെ നമ്മൾ ജസ്റ്റ് പാരായണത്തിലും ഈ പറയുന്ന രീതിയിൽ മാത്രം ജസ്റ്റ് അതിലേക്ക് മാത്രം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ എപ്പോഴും അറിയാം നമ്മളിത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഖുർആനിനെ മാറ്റിയ ജനതയാണ് നമ്മുടെ സഹാബാക്കൾ. അള്ളാഹു ആ ഖുർആന് അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങലോടും കൂടിയിട്ട് ആ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായ ജാഹിലിയ കാലങ്ങൾ എങ്ങനെയാണ്, എത്ര വലിയൊരു അധപ്പതനത്തിലാണ് അവരുണ്ടായത്. കള്ളും കൊലപാതകവും യുദ്ധങ്ങളും പ്രശ്നങ്ങളും ആയിരുന്ന ഒരു ജനതയാണ്, ഒരു ഗ്രൂപ്പിനെയാണ് അള്ളാഹു ഖുർആനിലൂടെ മാറ്റം വരുത്തി. നബിമാർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദർജ വരുന്ന സഹാബാക്കളാണ് സ്വർഗാവകാശികളായി മാറി. ആ പ്യൂരിഫിക്കേഷൻ വന്നതും വരുത്തിയതും
ഖുർആനാണ്. അള്ളാഹുവിൻ്റെ വാക്കുകൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയത്, അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിയത് കാരണമാണ് ആ അവസ്ഥയിൽ നിന്ന് ഒരു ഇത്രയും അധപ്പതനത്തിൽ നിന്ന് ഏറ്റവും പ്യൂരിഫൈ ചെയ്തിട്ട് അവരെ ഹൃദയങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിച്ച് റബ്ബിന് വേണ്ടിയിട്ട് ദുനിയാവൊന്നുമല്ല, ദുനിയാവിനെ ബാക്കിലിട്ട് സ്വർഗത്തിലേക്കുള്ള കുതിപ്പിലായിരുന്നു അവരുടെ ജീവിതം. നമ്മളെ കയ്യിൽ നമുക്കിപ്പം മുമ്പത്തെ പോലെയല്ല, എന്തിനും നമ്മൾ ഈ ഒരു മൊബൈലിലൂടെ ജസ്റ്റ് ഒരു ക്ലിക്ക് മതി, എന്തും നമുക്ക് അവൈലബിളാണ്. ഏതൊരു അവസരത്തിലും നമുക്ക് പഠിക്കാം, എങ്ങനെയും പഠിക്കാം. നമുക്കൊരിടത്ത് പോകണ്ട, പുറത്തെവിടെയും പോകണ്ട, ഒന്നും തേടിപ്പോണ്ട. എവിടെ നമ്മൾ ഒന്ന് പഠിക്കണമെന്ന് വെച്ചാൽ ഓൺലൈനിൽ ക്ലാസ്സസ് ഉണ്ട്, എങ്ങനെ പല രീതിയിലും ക്ലാസ്സസ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി വേണ്ടോ, ഇഷ്ടംപോലെ ആപ്സ് ഉണ്ട് ഖുർആനിൻ്റെ അർത്ഥങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുള്ള. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നിട്ടുള്ള ഈ ഒരു അനുഗ്രഹം, നമ്മുടെ റബ്ബ് തന്നിട്ടുള്ള ഈ ഒരു എന്താ പറയണ്ടേ, ഒരു നിധി, ശരിക്കും അത് നിധിയായിട്ടാണുള്ളത് നമ്മൾ ഈ ഒരു കാലഘട്ടം. അതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എനിക്ക് ഓരോ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ള ഒരു ഹമ്പിൾ റിക്വസ്റ്റ്. അതുകൊണ്ട് ഓരോ ആയത്ത് നമ്മൾ വായിക്കുമ്പോഴും നമ്മൾ അതെന്താണെന്ന് അറിയണം. നമ്മളെ റബ്ബല്ലേ നമ്മളോട് സംസാരിക്കാൻ, നമ്മളുണ്ടാക്കിയ നമ്മളെന്താണ് നമ്മളെക്കാൾ അറിയുന്ന നമ്മളെ റബ്ബിൻ്റെ വാക്കുകൾ. ലോകത്തെ എല്ലാവരും കട്ടി ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ റബ്ബ് നമ്മളോട്. നമ്മൾ ഉമ്മാനം കട്ടി, നമ്മൾ ഉപ്പാനം കട്ടി, എല്ലാവരും കട്ടി, നമ്മൾ ഏറ്റവും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, നമ്മൾ അത്രത്തോളം സ്നേഹിക്കുന്ന നമ്മളെ റബ്ബ് പറയുന്ന വാക്കുകളാണ് ഖുർആൻ. അതെന്താ നമ്മൾ അറിയണ്ടേ, പഠിക്കണ്ടേ. ഇനി അത് മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത നമുക്ക് വരുന്ന കിട്ടാണ് അത് ഉറ്റാലോചിക്കൽ, തദബ്ബുർ ചെയ്യൽ. ഖുർആൻ ചോദിക്കുന്നത് അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അവർ ഖുർആനിനെ തദബ്ബുർ ചെയ്യുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? അതല്ല അവരുടെ ഹൃദയങ്ങളുടെ മുകളിൽ പൂട്ടിട്ടിട്ടുണ്ടോ? കാരണം ഹൃദയം കൊണ്ട് ഖുർആന് തദബ്ബുർ ചെയ്ത് നമ്മളിങ്ങനെ ഉറ്റാലോചിച്ച് ആദ്യം അതിനെ മനസ്സിലാക്കി, അതിൻ്റെ മീനിങ് മനസ്സിലാക്കി, അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ അടുത്ത ബാധ്യത വരുന്നെന്താ, നമ്മളതിനെപ്പറ്റി ചിന്തിക്കണം. ഇപ്പോൾ ഒരു ആകാശത്തിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആകാശത്തിലേക്ക് നമ്മളിങ്ങനെ ആഴ്ന്ന് ചെല്ലണം. എന്താ ആകാശം? നമ്മളതിൻ്റെ ആ ആകാശം കാണുമ്പോൾ നമ്മൾ ഈ ആയത്തുകൾ നമ്മൾക്ക് ഇങ്ങനെ വരണം. അതേപോലെ നമ്മൾ ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോൾ ആ മനുഷ്യനെ എന്താണ് റബ്ബ് ഉണ്ടാക്കിയിട്ടുള്ള, റബ്ബിൻ്റെ കഴിവുകളാണ് അവിടെ ഈ പറയുന്ന ഓരോ ജീവജാലങ്ങളെയും കാണുമ്പോൾ നമ്മളെ റബ്ബ് എത്ര കഴിവുള്ളവനാണ്, അള്ളാഹു ഏറ്റവും നല്ലവനാണ്, റബ്ബ് ഏറ്റവും പരിശുദ്ധവനാണ്, അറീമാണ്, ഗ്രേറ്റാണ്. അള്ളാഹുവിനുള്ള ശക്തിയും അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിനുള്ള മുൽക്കും അള്ളാഹുവിനുള്ള സ്നേഹം അള്ളാഹുവിനുള്ള ആ ജബ്ബാറും റബ്ബിനുള്ള ആ ഒരു എന്താ പറയുക മാലിക്കുൽ മുൽക്കായ റബ്ബ്, എല്ലാം പരിപാലിക്കുന്ന നമ്മളെ റബ്ബ്. ഒന്നിനും എന്തിനും എന്ത് പരിപാലിക്കും. അള്ളാഹുവിനൊരു തളർച്ചയോ ഒരു ബുദ്ധിമുട്ടോ ഒരു ഉറക്കോ ഒരു തൂക്കമോ വരുന്നില്ല നമ്മളെ റബ്ബിന്. ലാ യഖുദുഹു സിനതും വലാ നൗം, ഒന്ന് ഉറങ്ങിപ്പോയോ ഒന്ന് തൂങ്ങിപ്പോയോ ചെയ്യുന്നില്ല. അത്രയും നമ്മളെ 24 മണിക്കൂറും നമ്മളെ കണ്ടുകൊണ്ട് നമ്മളെ പരിപാലിച്ചുകൊണ്ട് ഈ ലോകത്തെ അടിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ റബ്ബ്. അപ്പം ഒരിടത്തിന് നമ്മളറിയാത്ത
ജീവജാലങ്ങളും ഈ ലോകത്തുണ്ട്. ഖാലിഖാണ് നമ്മളെ റബ്ബ്, നമ്മളെല്ലാം നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബ്, സൃഷ്ടാവായ റബ്ബ്. ആ അള്ളാഹുവിൻ്റെ വാക്കുകളാണ് നമ്മൾ ഈ ഖുർആൻ. നമ്മളെത്രത്തോളം ഡീപ്പായി നമ്മൾ ഈ ഖുർആനിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു, അത്രത്തോളം നമ്മൾ അള്ളാഹുവിലേക്കാണ് ഇറങ്ങിപ്പോകുന്നു. നമ്മൾ കാണുന്നുണ്ട് പല കാര്യങ്ങളും ഓതുന്ന സമയത്ത് പൊട്ടി 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 കരയുന്നത്. ആ കരച്ചിൽ എന്തുകൊണ്ടാണ് നമുക്ക് വരാത്തത്? കാരണം എന്തേ? ആ ആയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാത്തത് കാരണമാണ്. ഈ പറയുന്ന ഡീപ്പ് മീനിങ്ങിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത കാരണമാണ്. അവരിങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ ലൈറ്റ് പോയിക്കൊണ്ടായിരിക്കുന്നതുകൊണ്ടാണ് ആ കണ്ണുനീര് ഇങ്ങനെ ധാരധാരായി ഒഴുക്കി വരുന്നത്. നമുക്കും വേണ്ടേ അങ്ങനൊരു പാരായണം? നമുക്കും വേണ്ടേ അങ്ങനൊരു തദബ്ബുർ? നമ്മളിലേക്ക് എത്തണ്ടേ ആ ഖുർആൻ? നമ്മളെ ജീവിതത്തിലേക്ക് എത്തണ്ടേ ആ വെളിച്ചം? അതിന് റബ്ബ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇനി അടുത്ത നമ്മൾ ഉള്ള അവസാനമായിട്ടുള്ളൊരു ബാധ്യത എന്താണെന്നാൽ ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുത്ത്. നമ്മളെ നബിൻ്റെ സ്വഭാവ വിശേഷണത്തെ പറ്റി പറഞ്ഞതാണ് ഖുലുഖുൽ ഖുർആൻ. നമ്മുടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിച്ചപ്പോൾ പറഞ്ഞത് ഖുലുഖുൽ ഖുർആൻ. ഖുർആനായിരുന്നു നമ്മളെ നബി. കാരണം എന്തേ? ഖുർആൻ എങ്ങനെയാണോ അള്ളാഹു ഖുർആനിൽ എങ്ങനെയാണ് പറഞ്ഞത് അപ്പടിയായിരുന്നു നമ്മളെ നബി ജീവിച്ചുകൊണ്ടിരുന്നത്. ആ ജീവിതത്തിൽ നിന്നാണ് അതിൽ നിന്നാണ് സഹാബാക്കൾ പിൻപറ്റി അവരിലേക്കും ഈ ഖുർആൻ ഇറങ്ങിയത്. നമ്മൾ ഇതേപോലെ ഓരോന്ന് കാണുമ്പോൾ, ഓരോന്നും അറിയുമ്പോൾ, ഓരോന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഖുർആൻ പഠിക്കുന്ന ആ വ്യക്തിയും ഖുർആൻ പഠിക്കാത്ത വ്യക്തിയും ഒരിക്കലും ഒരുപോലെ ആകൂല. കാരണം വെച്ചാൽ ഖുർആനിൽ ജീവിതത്തിലേക്കൊരു കൊണ്ടുവരുന്ന വ്യക്തിൻ്റെ ചിന്താഗതി മാറ്റം വരും. ദുനിയാവിനെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റം വരും. പ്രശ്നങ്ങൾ കാണുന്ന കാഴ്ചപ്പാടിൽ മാറ്റം വരും. ചെറിയ ഒരു നിസ്സാര പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നമായി മാറില്ല. നമ്മൾ മക്കളോട്, ഭർത്താവിനോട്, നമ്മളെ കുടുംബത്തോട് നമ്മൾ സമീപിക്കുന്ന രീതി മാറ്റം വരും. എല്ലാത്തിനും ഒരു കാഴ്ചപ്പാടുണ്ടാവും, ക്ഷമ ഉണ്ടാവും, തവക്കൽ വരും. എല്ലാത്തിനും റബ്ബിൻ്റെ മേലെ തവക്കലായിരിക്കും. പേടിക്കാനില്ല. എന്തിനാ പേടി? നമ്മളെ റബ്ബ് നമ്മളെ കൂടിയില്ലേ? നമ്മളെ രക്ഷിതാവ് നമ്മളെ കൂടിയില്ലേ? എല്ലാത്തിനും കഴിവുള്ള. പിന്നൊരു സാമ്പത്തിക പ്രശ്നം വരുന്ന, ഒരു ബുദ്ധിമുട്ട് വരുന്നത്, പേടിക്കണ്ട. എന്തുകൊണ്ട്? അള്ളാഹുവില്ലേ? അള്ളാഹുവിൻ്റെ കഴിവ് ലോകത്തെങ്ങാനും അള്ളാഹുവിൻ്റെ കയ്യിലുള്ള ധനമെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലോകം നശിച്ചു പോകുമ്പോൾ റബ്ബിൻ്റെ വാക്കായി പറയുന്നു, നശിച്ചു. അത്രയും ധനവാനായ നമുക്ക് ഖനിയായ അള്ളാഹു, ആ ഖനിയായ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടേ. പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം? നമുക്കൊരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ വേണ്ടാത്ത ലോണിലേക്കോ വേണ്ടാത്ത പലിശ ഇതിലേക്കോ ഒന്നും പോവില്ല. ലോണിലേക്ക് പോകുമ്പോൾ ആ ലോണ് ട്രാപ്പാണ്, ശരിയായ ഒരു കുഴിയാണ്. സ്വയം നമ്മൾ ആ കുഴിയിലേക്ക് തന്നെ നമ്മൾ സ്വയം ചാടേന്ന്. കാരണം അല്ലാഹു കൃത്യമായിട്ട് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. അള്ളാഹും റസൂലുമായിട്ടുള്ള ഹർബിന് വേണ്ടി നിങ്ങൾ അനുവാദം തരുമെന്നാണ് പറയുന്നത്. അള്ളാഹു റസൂലുമായിട്ടുള്ള ഹർബ് എന്ന് പറഞ്ഞാൽ യുദ്ധം. ആ യുദ്ധം നടക്കുമോ, ജയിക്കുമോ? ആ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ജയിക്കില്ല.
കാണാം. അത് നമുക്ക് ഓരോരുത്തരും തുടക്കത്തിൽ ലോൺ എടുക്കുന്നവർക്ക് കാണാം, തുടക്കത്തിൽ ചിലപ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. കുറച്ചൊന്ന് മുന്നോട്ട് നീങ്ങലോടും കൂടി അവരൊരു കാൽക്കുലേഷനിലായിരിക്കും ലോൺ എടുക്കുക. നമുക്ക് ലോൺ എടുത്തിട്ട് നമുക്ക് എന്താക്കുക, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വേഗം വീട്ടി കൊടുക്കാം. ഇതൊക്കെ ഒരു കാൽക്കുലേഷനിലായിരിക്കും ലോൺ എടുക്കുക. എടുത്തതിന് ശേഷം എന്താ സംഭവിക്കുക, അവരെ കാൽക്കുലേഷനൊന്നും ആയിരിക്കില്ല പിന്നീട് വരുന്ന സംഭവങ്ങൾ ജീവിതത്തിലുണ്ടാവുക. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം വന്നിട്ട് ഒരുപാട് അങ്ങനെ വേറെ ചിലവായിട്ടുണ്ടാവും, വേറെ എന്തൊക്കെയോ ട്രാപ്ഡായി വരും. പല രീതിയിൽ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിന് നടുക്കുന്നതിനെ കിടന്ന് മറിയുന്ന രീതിയിലാവും. ആദ്യം സമാധാനത്തോടെ ജീവിച്ച വ്യക്തിക്ക് സമാധാനം എന്ന സാധനം ഉണ്ടാവില്ല. സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ടെൻഷനായി മാറും. ഇതിൻ്റെ ഈ ലോൺ എടുക്കുന്നവരുടെ ഒരു ന്യായമുണ്ട്. അവരോട് ചോദിച്ചതിനെ പറയും, നമ്മൾക്ക് കടം തരാൻ ആളുണ്ട്, പരീക്ഷണം അള്ളാഹു നൽകും. ആ പരീക്ഷണത്തിൽ ക്ഷമയോടെ കൈകൊള്ളുന്നവരെ റബ്ബ് സഹായിച്ചിരിക്കും. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റൂല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തന്നെ നിലനിൽക്കൊള്ളുക തന്നെ ചെയ്യും. കാരണം എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ റബ്ബ് എന്നെ സഹായിക്കും. കാരണം എൻ്റെ റബ്ബിനൊരു ബുദ്ധിമുട്ടുമില്ല എന്നെ സഹായിക്കാൻ. അള്ളാഹുവിൻ്റെ അടുത്ത് ധനം മൊത്തം റബ്ബിൻ്റെ അടുത്ത്. അത്രയും എനിക്കറിയാത്ത ഈ പാപിയായി വളരെ ചെറിയൊരു അത്രയും ചെറുതാണ് നമ്മൾ റബ്ബിൻ്റെ അടുത്ത്. അള്ളാഹു ഉണ്ടാക്കിയ ജീവജാലങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന മനുഷ്യനെന്ന് നമ്മൾ വളരെ ചെറുതാ. ഈ അബ്ദിനെ സഹായിക്കാൻ, ഈ അടിമനെ സഹായിക്കാൻ അള്ളാഹ്ക്ക് എന്ത് ബുദ്ധിമുട്ട്. ആ ഒരു ദൃഢതയോടും കൂടി നിന്ന് നോക്കിയാൽ അള്ളാഹുവിൻ്റെ സഹായം എവിടെയിലൂട്ടേ വരുമെന്നറിയില്ല. വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അള്ളാഹുവിൻ്റെ വാക്കായത്. അവൻ അറിയാത്ത വഴികളിലൂടെ അവനിക്ക് റിസ്ക് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അതാണ് തുടക്കം വരുന്നത്. വമൻ യത്തഖില്ലാഹ്, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, തഖ്വ കൈവരിക്കുന്നുവോ, അവനിക്ക് യജ്അൽ ലഹു മഖ്റജ, അവനിക്ക് അള്ളാഹു മാർഗം വഴി കാണിച്ചു കൊടുക്കുകയിരിക്കുമെന്ന്. യജ്അൽഹു മഖ്റജ വയർസുഖ്ഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. സൂറത്ത് തലാഖിലുള്ള ആയത്താണ്. അവന് പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അവനക്ക് തുറവി നൽകുക തന്നെ ചെയ്യും. റിസ്ക് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ ധാരണ, റിസ്ക് എന്ന് പറയുന്നത് വെറും ധനം മാത്രമല്ല റിസ്ക്. നമ്മുടെ ആരോഗ്യ റിസ്ക്കാണ്, നല്ല മക്കൾ റിസ്ക്കാണ്, സമാധാനം റിസ്ക്കാണ്, ഭക്ഷണം റിസ്ക്കാണ്. പല രീതിയിലും റിസ്ക് വരുന്നുണ്ട്. നമ്മൾ അറിയാത്ത വഴികളിലൂടെ അള്ളാഹു നമുക്ക് വഴികളിലൂടെ തുറന്നു തരും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും ഒരു ഞെരുക്കുണ്ടെങ്കിൽ ഇന്നന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് യുസ്റുണ്ട്. യുസ്ർ എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. അത് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഒരു സന്തോഷ വാർത്ത അള്ളാഹു നൽകുന്നുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഈ സന്തോഷ വാർത്ത മനസ്സിലാക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞത് നമ്മൾ മുന്നേ പറഞ്ഞ അതേ അവസ്ഥയിലാണ്. ഖുർആനാണ് നമ്മുടെ ആശ്വാസം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അള്ളാഹുവിൻ്റെ ദിക്ർ, സ്മരണ, ആ രണ്ട് രീതിയിൽ സ്മരണ വരുന്നു. ഒന്ന് ഖുർആന് ദിക്റാണ് അള്ളാഹുവിൻ്റെ. തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ സമാധാനം അടിയുമെന്നാണ്. ഒരു സമാധാനം നമ്മുടെ ഒരു മനുഷ്യനിക്ക് അതിൻ്റെ അപ്പുറം വലിയൊരു ധനമില്ല. ഒരു മനുഷ്യൻ സമാധാനത്തോടും കൂടി രാത്രി ഉറങ്ങുന്നുണ്ടേ, ഒരു ജീവിതം ജീവിക്കുന്നുണ്ടേ, അതിൻ്റെ മേലെ വേറൊരു ഇല്ല. അതാണ് ഏറ്റവും വലിയ ധനം, സമാധാനം. ധനത്തേക്കാൾ, എല്ലാത്തിനേക്കാൾ ഏറ്റവും ഒരു മനുഷ്യനിക്ക് കിട്ടേണ്ട ഒരു സമ്പത്ത് സമാധാനം. അള്ളാഹു അതാ പറയുന്നു, അലാ ബിദിക്രില്ലാഹ്,
തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ സമാധാനം അടയും, ഭയങ്കര ശാന്തമായിട്ട് വരും. ആ അവസ്ഥയിലേക്ക് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണിത് വരാം. അതിൻ്റെ താക്കോലാണ് ഖുർആൻ. നമ്മൾ വേണ്ടാത്ത ചിന്തകളിലേക്കും വേണ്ടാത്ത ദുആകളിലേക്കും ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഉസ്താദിങ്ങളൊക്കെ ബാക്കിൽ പോയി നൂലും എന്തൊക്കെയോ പിന്നെ അവർ ചെല്ലാൻ പറയുന്ന ഒരുപാട് ചെല്ലുന്ന ദുആകളും പലതും ഒരുപാട് പൈസ അങ്ങനെ ഒരുപാട് ചിലവാക്കിയിട്ട് ഇവരൊക്കെ പോകുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശമാണ് സമാധാനത്തിന് വേണ്ടി അങ്ങും ഇങ്ങൊന്നും ഓടണ്ട സഹോദരിമാർ. നമ്മളെ ഖുർആനിലേക്ക് റബ്ബിലേക്ക് ഇറങ്ങിയാൽ മാത്രം മതി. വേണ്ടാത്ത ഷിർക്കിലേക്കും വേണ്ടാത്ത അള്ളാഹുവിൻ്റെ ധിക്കാരത്തിലേക്കൊന്നും നമ്മൾ ചെന്നെത്തുകയോ അതിലേക്ക് ഓടി ചെല്ലുകയോ ചെയ്യണ്ട. പരമാവധി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മടങ്ങുക, റബ്ബിലേക്ക് മടങ്ങുക, റബ്ബിൻ്റെ വാക്കുകളിലേക്ക് മടങ്ങുക. അത് നമുക്ക് ദുനിയാവിന്ന് ആദ്യം നമുക്ക് ഖുർആനിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഖുർആൻ ബർക്കത്താണ്, സമയത്തിന് ബർക്കത്താണ്, ആരോഗ്യത്തിന് ബർക്കത്താണ്. അത് പരമാവധി നമ്മൾ പരിശ്രമിക്കുന്നിടത്തോളം നമ്മൾ ഓരോരുത്തരും ഈ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണം എന്നുള്ളൊരു അങ്ങേയറ്റത്തൊരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ജീവിതത്തിൽ ഖുർആനിന് ആദ്യ സ്ഥാനം കൊടുക്കുക. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാൻ നിൽക്കലല്ല, നമ്മൾ ഖുർആനിന് ആദ്യ സമയം കൊടുക്കുക. ഖുർആനിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്നു മുതൽ ഒരു സമയം ഒരു മണിക്കൂർ ഒരു അരമണിക്കൂറെങ്കിലും ഖുർആനിന് വേണ്ടി മാറ്റി വെക്കുക. നമ്മൾ ഇന്നേ തീയതി വരെ പഠിക്കാത്തത് പഠിക്കാൻ പരിശ്രമിക്കുക. നമ്മൾ ഹഫ്ദ് ചെയ്തില്ലേ ഹഫ്ദ് ചെയ്യാൻ പരിശ്രമിക്കുക. നമ്മൾ തജ്വീദ് കൊണ്ടുവന്നിട്ടില്ലേ തജ്വീദ് പഠിക്കാൻ പരിശ്രമിക്കുക. ചെറിയൊരു ഓരോ സ്റ്റെപ്പ് എടുത്ത് മെല്ലെ 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 മുന്നോട്ടേക്ക് എത്താം. കാരണം നമ്മളെ കൂടെ നമ്മൾ ഒറ്റക്ക് ഈ ലോകത്ത് വന്നത് ഒറ്റക്കാണ്, ഇനി പോകുന്നത് ഒറ്റക്കാണ്. ആ പോകുന്ന സമയത്ത് നമ്മളെ കൂടെ ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. നമ്മളെ കൂടെ നമ്മൾ ചെയ്ത അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ലോകത്ത് എന്താണോ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ അമലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൽ ഏറ്റവും നമ്മളൊരു കൂട്ടായിട്ട് നമ്മളെ സുഹൃത്തായിട്ട് നമ്മളെ കൂടെ നിൽക്കുക ഖുർആനാണ്. അത് നമ്മൾ ഈ ദുനിയാവിൽ നമ്മൾ സുഹൃത്താക്കി മാറ്റിയിട്ടില്ലേ, നമ്മൾ ഖബറിൽ നമുക്ക് സുഹൃത്തായിട്ടുണ്ടാവില്ല, നമ്മൾ ആഖിറത്തിൽ മഹ്ശറിന് സുഹൃത്തായിട്ടുണ്ടാവില്ല, നമ്മൾ ശുഭാഷകനായിട്ട് വരൂല. നമ്മളെങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക? അതിനെ നമ്മൾ ഇവിടുന്ന് പരിഗണിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് കിടക്കും? നമ്മളെ കൂടെ വന്ന് കിടക്കും, നമ്മളെ കൂടെ നമ്മൾ ആ ഒരു കൂട്ടാളിയായിട്ട് നമ്മളെ കൂടെ ഒറ്റയ്ക്ക് കിടക്കാണ്ട് ഞാനുണ്ട് ദാ നിൻ്റെ കൂടെ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിൽ ആ ഒരു അവസ്ഥയിൽ എങ്ങനെ വരും? നമ്മളതിനെ നമ്മുടെ സുഹൃത്തായിട്ട് ഈ ദുനിയാവ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് അന്ന് നമ്മൾ ഒറ്റപ്പെടുന്ന സമയത്ത്, ഒറ്റയ്ക്ക് കിടക്കുന്ന സമയത്ത്, ഈ ഇരുട്ടെന്ന ഖബറിൽ കിടക്കുന്ന സമയത്ത് അവിടെ വെളിച്ചായിട്ട് നമുക്ക് എത്തണേ. നമ്മളെ കൂട്ട് ഒറ്റയ്ക്ക് കിടക്കണ്ട, ഞാനുണ്ട് താ എനിക്ക് സമാധാനത്തിൽ, ഞാനുണ്ട് താ കൂട്ടിന് എന്ന് പറഞ്ഞ് വരണമെങ്കിൽ ഇന്ന് നമ്മളെ കൂടെ ഖുർആനായിരിക്കണം നമ്മളെ കൂട്ട്, ഖുർആനായിരിക്കണം നമ്മളെ സ്ട്രെങ്ത്ത്, ഖുർആനായിരിക്കണം നമ്മളെ ഗൈഡ്, ഖുർആനിലൂട്ടായിരിക്കണം നമ്മളെ ജീവിതം. എന്നെങ്കിലേ നാളെ നമുക്ക് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ റബ്ബ് തിരിച്ച് വിളിക്കുമോ ചിരിച്ചുകൊണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോവാൻ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം പേടിയില്ല, നമ്മൾ പ്രതീക്ഷിച്ചതാണിത്. എനിക്കറിയാം എൻ്റെ ജീവിതം ഇന്നതാണ്, എനിക്കറിയാം എൻ്റെ മുന്നോട്ട് ഇങ്ങനെ വരാനുള്ളത്, എനിക്കറിയാം ഞാനൊരു കാലം എനിക്ക് ഇവിടുന്നൊരു വിട വാങ്ങലുണ്ട്. അത് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ വരികയാണ്. സൂറത്തുൽ ഫജ്ർ പറഞ്ഞു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ഈ സമാധാനമടങ്ങിയ നഫ്സേ, ആത്മാവേ,
ഇർജിഇ ഇലാ റബ്ബിക്ക്, വന്നോളൂ, നിൻ്റെ റബ്ബിലേക്ക് മടങ്ങിക്കോളൂ. റാദിയത്തൻ മർദിയ, അള്ളാഹുവിൻ്റെ തൃപ്തി അടഞ്ഞുകൊണ്ട് മടങ്ങാൻ അള്ളാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെ റബ്ബിൻ്റെ തൃപ്തി, നമ്മൾ റബ്ബിൻ്റെ ഏറ്റവും നല്ല ഇബാദത്തുകൾ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കലും നമ്മളെ കഴിയൊഴിയാത്ത രീതിയിൽ അള്ളാഹു ഒരിക്കലും നമ്മളെ കൈവിടാത്ത രീതിയിൽ, നമ്മൾ പാപിയാണ്, ഓരോരുത്തരും പാപികളാണ്. ആ പാപങ്ങളും ഉണ്ട് റബ്ബ് നമ്മളെ അള്ളാഹു നമ്മളെ മാറ്റി നിർത്താതെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി നമ്മളെ റബ്ബിലേക്ക് തന്നെ ചേർത്തി കൂട്ടി നിർത്തണേ റബ്ബെ. അതിലേക്ക് എന്നും റബ്ബെ നിന്നിലേക്ക് തന്നെ അടുപ്പിച്ച്, നിൻ്റെ ഹെസ്ബിൽ, നിൻ്റെ കൂട്ടത്തിൽ, നിൻ്റെ റബ്ബിൻ്റെ ആ ഗ്രൂപ്പിലേക്ക്, ഹിസ്ബുല്ലാഹ്, ആ ഗ്രൂപ്പിലേക്ക് ഈ പാപിയായി നമ്മളെല്ലാവരും ചേർത്തണേ അള്ളാഹ്. നമ്മൾ വളരെ വീക്കാണ്, അങ്ങേയറ്റ വീക്കാണ്, ഒരു കഴിവുമില്ല അള്ളാഹ്, ഒരു കഴിവ് നമുക്കില്ല റബ്ബേ. നീ നമ്മളെ കൈ ഒഴിഞ്ഞെങ്കിൽ നമ്മളെല്ലാം നഷ്ടമായി, നഷ്ടക്കാരായി, ദുനിയാവും പോയി, ആഖിറവും പോയി. റബ്ബേ നിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇസ്ലാമിൻ്റെ ദീനിലും ഹിദായത്തിലും നിലനിൽക്കാൻ പോലും പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഈ പാപിയായി നമ്മൾ ആരെയും കഴിയൊഴിയല്ലേ അള്ളാഹ്. എന്നും കൂട്ടി നിർത്തണേ റബ്ബേ, എൻ്റെ കൂടെ നമ്മളെ കൂട്ടത്തിൽ നിർത്തണേ അള്ളാഹ്. അത്രയും വീക്കാന്ന് റബ്ബേ, അത്രയും വീക്ക. എന്നും 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 റബ്ബേ നിന്നെ ഓർത്തുകൊണ്ട് ജീവിക്കാനും, നിൻ്റെ ഖുർആൻ പഠിക്കത്തക്ക രീതിയിൽ എങ്ങനെയാണോ അത് പഠിക്കുന്ന രീതി, അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനും, തെറ്റുകൾ പിഴവുകൾ ഒക്കെ ഉണ്ടെങ്കിൽ പുറത്ത് മാപ്പാക്കി തന്ന് നല്ല ഇൽമുൻ-നാഫിഅ് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരാനും, കൂടുതൽ നല്ല അറിവുകൾ വർധനവ് അള്ളാഹുവേ നൽകുവാനും റബ്ബേ നീ തൗഫീഖ് നൽകണേ അള്ളാഹ്. നമ്മളിൽ വന്ന പിഴവുകൾ അത് പഠനത്തിലാവട്ടെ, ജീവിതത്തിലാവട്ടെ, സ്വഭാവത്തിലാവട്ടെ, എന്നോടുള്ള കടമകളിലാവട്ടെ, ഓരോന്നിലും റബ്ബേ നീ നമ്മളെ പുറത്ത് മാപ്പാക്കി തന്നു നമ്മളെ നല്ലൊരു മുഅ്മിനായി, മുഖ്ലിസായി, മുത്തഖിയായി, നിന്നെ നല്ലൊരു ഇബാദികളായി, നിന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നു, നിന്നെ കണ്ടുകൊണ്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് വന്നതിന് ശേഷം നിന്നെ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ആ ആസ്വാദനത്തിലേക്ക് റബ്ബേ, ആ ഇബാദികളെ കൂട്ടത്തിൽ നിന്നെ കാണാനുള്ള തൗഫീഖ് നൽകണേ നാഥ. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار رب زدنا علما نافعا يا رب العالمين. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. سبحانك ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.